യു എയിൽ ബിസിനസ്സുകളിൽ പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം കണ്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത്, അവർക്ക് ആക്റ്റീവ് പാർട്ട്നേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒന്നും, ഫിനാൻഷ്യൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നും അവർക്ക് തൃപ്തി കാണിക്കില്ല. ഫുൾ ഇൻഫർമേഷൻ അവർ സബ്മിറ്റ് ചെയ്യണതില്ല. അതുപോലെ തന്നെ ഒരു തൃപ്തി കുറവ്. ഇവിടെയാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഒരാൾ വന്നിട്ട് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയ രൂപത്തിൽ അവരുടെ പ്രോഫിറ്റ് ആണെങ്കിലും ക്യാഷ് ഫ്ലോ ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് സ്ട്രക്ചർ IFRS കംപ്ലയൻസ് രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആക്ച്വൽ പ്രോഫിറ്റ് തന്നെയാണോ അവർ സബ്മിറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഓവറായിട്ട് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ പ്രോപ്പറായിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പെൻസിലേക്കാണ് മേജറായിട്ട് പോയിട്ടുള്ളത്. ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ബട്ട് ബാങ്കിൽ ക്യാഷ് ഉണ്ടായിരിക്കില്ല. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചറായ രൂപത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്.